വന്യജീവി ശല്യം അതിരൂക്ഷമായതോടെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽപ്പെട്ട കോളറാട്ടുകുന്ന് നിവാസികളുടെ ജീവിതം ദുരിതത്തിലാകുന്നു. നൂറുകണക്കിന് കുരങ്ങുകളാണ് പ്രദേശത്തെ കൃഷിയിടങ്ങളിലും വീടുകളിലും ഒരേ സമയം താവളമടിക്കുന്നത്. കുരങ്ങുകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടി ഒരു വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് പ്രദേശത്തെ ഭീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്. കുരങ്ങുകൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ അടുത്തേക്ക് വന്നതോടെ പരിഭ്രാന്തിയിലായ വിധവയായ വീട്ടമ്മയുടെ കയ്യിലിരുന്ന പടക്കം അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വനത്തിൽ ഭക്ഷണ ലഭ്യത കുറഞ്ഞതോടെയാണ് കുരങ്ങുകൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, കർഷകരുടെ അധ്വാനം മുഴുവൻ കുരങ്ങുകൂട്ടം നശിപ്പിക്കുകയാണ്. റബ്ബർ, തെങ്ങിലെ കരിക്കുകൾ പറിച്ചിടുന്നതും പതിവായി. ഇഞ്ചി, ചേന, ചേമ്പ്, വാഴ തുടങ്ങിയ ഭക്ഷ്യവിളകളെല്ലാം കുരങ്ങുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ വീടിന് പുറത്തെ ജലസംഭരണികൾ, പൈപ്പ് ഫിറ്റിംഗുകൾ, അലക്കി വിരിച്ചിടുന്ന തുണികൾ എന്നിവയും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രദേശത്ത് ഉള്ളത്. മുമ്പത്തെക്കാളും ആക്രമണകാരികളായ കുരങ്ങുകളാണ് ഇത്തവണ എത്തിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുരങ്ങുകൾക്ക് പുറമെ കാട്ടുപന്നി, കാട്ടാന, മാൻ, മയിൽ എന്നിവയുടെ ശല്യവും കോളറാട്ടുകുന്ന് നിവാസികളുടെ ജീവിതം നരകതുല്യമാക്കുകയാണ്. വനംവകുപ്പ് അധികൃതരോടും ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളോടും പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുരങ്ങുകളെ പിടികൂടി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വിടണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് മറുപടി നൽകാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. ഈ ദുരിതാവസ്ഥയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ അധികൃതരോ സന്നദ്ധ സംഘടനകളോ ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.